പെണ്ണുങ്ങളുമായിട്ട് വിഷയം വരുന്ന കാര്യങ്ങൾക്കാ നിന്റെ പേരിപ്പോ കൂടുതൽ വലിച്ചഴിക്കപ്പെടുന്നത്. നീ ഒന്ന് സൂക്ഷിക്കണേ ശിവ. ഇപ്പൊ ഇവിടെ അടിയുണ്ടായതും ഒരു പെണ്ണിനെ ചൊല്ലി തന്നെയാ. പെണ്ണുങ്ങളുമായുള്ള വാർത്തകൾക്ക് ക്ഷാമമില്ലല്ലോ ശിവ. നിങ്ങൾ എന്നെ നിന്ന് വാരാതെ സത്യയുടെ കാര്യം പറ. പറയാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. ദാ ഇതാ സംഗതി, നീ വ്യക്തമായിട്ട് കാണും. ഇവളിതിങ്ങനെ ആക്കിയോ? ഇങ്ങനൊന്നും അല്ല സത്യമായിട്ട് അവിടെ നടന്നത്. ഇവള് ചതിച്ചതാ. ഇവളാ ഞാനിന്ന്. ശിവ സൂക്ഷിക്കണം. പെണ്ണാണ്. അവളുടെ ഉള്ളു സൃഷ്ടിച്ച സൃഷ്ടാവിന് തന്നെ പിടികിട്ടിയിട്ടില്ല. നീ ആരടാ? ബലാത്സംഗ വീരനോ അതോ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ നടക്കുന്ന സീരിയൽ കില്ലറോ? പെണ്ണുങ്ങടുത്ത് മാത്രമേ നിന്റെ പരാക്രമം നടക്കത്തുള്ളൂ. നല്ല നട്ടലുള്ള പോലീസുകാരുടെ അടുത്തേ നീ അത് എടുക്കത്തില്ല. സോമശേഖര, പെണ്ണിന്റെ വാക്ക് കേട്ട് ഉറഞ്ഞുതുള്ളി വരല്ലേ. അങ്ങനെ വന്നവരെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി പനിച്ചു വിറച്ച് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാ. ഇതവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അവളൊരു പരാതി വന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അത് റിയലായിട്ട് നടന്നതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ വരച്ച് ചേർക്കണം. ഞാൻ അങ്ങനെ നിനക്ക് അനുകൂലമായിട്ട് വരയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ സാറ് മൊടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നെ നീ എന്ത് കരുതിയടാ? നിന്റെ ചട്ടമ്പിത്തരം കണ്ട് ആരാധന മൂത്ത് നിന്നെ നായകനാക്കി ഞാൻ വല്ല സിനിമയും പിടിക്കുമെന്നോ? ഒരു ജോഷിപ്പടത്തിന്റെ എല്ലാ ചേരുവയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു തിരക്കഥ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭദ്രൻ സാറിന്റെ സിനിമയിലെ ആടുതോമയെ കൊണ്ടുപോയതുപോലൊരു പോക്ക. അത് ഞാനിവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. പെൺവാണിഭ വീരനും പെണ്ണിനെ പീഡിപ്പിക്കുന്നവനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. മാർക്കറ്റിലുള്ളവരും സാധാരണക്കാരുമല്ലേ നിന്റെ ആരാധകര്. നിന്റെ ആ ആരാധകരുടെ കണ്ണു തള്ളിക്കുന്ന കാഴ്ചയാടാ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വിലങ്ങ് വെക്കടോ അവനെ. സർ മാറിക്കടോ. ഞാൻ ഈ പറയുന്ന ഡേസി ഒന്നും ചെയ്തിട്ടില്ല. ദേഷ്യം വന്നപ്പോ അവളെ തല്ലാനൊന്ന് കൈ ഓങ്ങിയെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മതിയടാ, നീ തല്ലാൻ ഓങ്ങിയില്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ തല്ലി ഞാൻ ഒപ്പിച്ചെടുത്തോളാം.